ഹായോൾ ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള മത്സരം അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ വമ്പിച്ച ഒരു വിജയലക്ഷ്യമാണ് ഇന്ത്യ പടുത്തുയർത്തിയത്. 255 റൺസ് 5 വിക്കറ്റിന് എന്ന ഒരു വലിയൊരു പടുകൂറ്റൻ സ്കോറാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര അടിച്ചു കയറ്റിയത്. അത് പിന്തുടർന്ന് ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ആകട്ടെ വെറും 159 റണ്ണിന് ഓൾ ഔട്ട് ആവുകയാണ് ഉണ്ടായത്. ഇന്ത്യക്ക് വേണ്ടി ഇന്ന് തിളങ്ങിയത് നമ്മുടെ സ്വന്തം മലയാളിയായ സഞ്ജു സാംസൺ 89 റൺസ് എടുത്തു. 46 പന്തിൽ നിന്നും 5 ഫോറും 8 സിക്സറുകളുമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അഭിഷേക് ശർമ്മയും നല്ല ഫോമിലായി ഇന്ന് കളിച്ചു. 52 റൺസ് നേടി. ഇഷാൻ കിഷാൻ 54 റൺസ് നേടി. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി ബാക്കി എല്ലാവരും ഹർദിക്കും 16 അങ്ങനെ ചെറിയ ചെറിയ റൺസ് എടുത്ത് വലറ്റത്തിൽ നിന്നും ഇന്ത്യ ഒരു വലിയ കൂറ്റൻ 255 എന്ന സ്കോറിലേക്ക് എത്തിച്ചു. പിന്തുടർന്ന് ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് ആകട്ടെ സീഫോർട്ട്, സാന്റ്നർ ഇവർ രണ്ടുപേരുമാണ് കുറച്ച് നന്നായി കളിക്കാൻ സാധിച്ചത്. 52 റൺസ് സീഫോർഡ് എടുത്തു. സാന്റ്നർ 43 റൺസ് എടുത്തു. ബാക്കി ആർക്കും തന്നെ അങ്ങനെ ഫോമാകാൻ സാധിച്ചില്ല. ഇന്ത്യയുടെ ബോളിങ്ങിലാണെങ്കിൽ എടുത്ത് പറയാനാണെങ്കിൽ ബുംറ വെടിക്കെട്ട് ബോളിങ്ങാണ് ഇന്ന് ചെയ്തത്. 4 ഓവർ എറിഞ്ഞതിൽ 15 റൺസ് വഴങ്ങി 4 വിക്കറ്റാണ് ബുംറ നേടി. ബുംറ കൂടാതെ മാൻ ഓഫ് ദ മാച്ചും ബുംറയായിരുന്നു ഇന്നത്തെ കളി. അങ്ങനെ ഒരു വമ്പിച്ച ഒരു മത്സരമാണ് ഇന്നുണ്ടായത്. സഞ്ജു ആവട്ടെ നല്ല ഫോമിലായിരുന്നു. അഭിഷേക് ശർമ്മയും ഇന്ന് നല്ല ഫോമിലാണ് കളിച്ചത്. സഞ്ജു ലേശം സ്ലോ ആയെങ്കിൽ പിന്നെ നല്ല വെടിക്കെട്ട് നല്ല സിക്സറുകളാണ് പറന്നത് അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ. അങ്ങനെ സഞ്ജുവിൻ്റെ 89 റൺസ്. ഒരു ബോൾ കുറച്ച് ഹൈ ബോളാണ് വന്നത്, നോ ബോളാണെന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ആ ബോൾ സഞ്ജു ലോങ്ങിൽ അടിക്കുകയായിരുന്നു. അത് ക്യാച്ച് ആവുകയാണ് ഉണ്ടായത്. വേണമെങ്കിൽ സഞ്ജുവിന് ഇന്നും സെഞ്ചുറി നേടാമായിരുന്നു. സഞ്ജു പക്ഷേ ഇന്നും റൺ സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ സെഞ്ചുറി മിസ് ചെയ്തു. സെഞ്ചുറി മിസ് ചെയ്ത് കുഴപ്പമില്ല. സഞ്ജു ഇപ്പോൾ രോഹിത് ശർമ്മയുടെ ഒക്കെ ആ ലെഗസിയുടെ കൂടെ എത്തിയിരിക്കുകയാണ്. തുടർച്ചയായി സെമി ഫൈനലിലും ഫൈനലിലും 50 നേടി ടീമിനെ ജയിപ്പിച്ച ഒരു റെക്കോർഡ് വിരാട് കോഹ്ലിക്കുണ്ടായിരുന്നു. അതിനൊപ്പം സഞ്ജു സാംസൺ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അപ്പം മലയാളികൾക്കെല്ലാം സന്തോഷിക്കാനുള്ള ഒരു വകയാണത്. അങ്ങനെ മാൻ ഓഫ് ദ ടൂർണമെൻറ്റായി ഇന്ന് എടുത്തിരിക്കുന്നത് സഞ്ജു സാംസണാണ്. സഞ്ജു സാംസൺ 321 റൺസ് നേടി. ടൂർണമെൻറ്റിൽ വെറും 5 മത്സരങ്ങൾ മാത്രമാണ് സഞ്ജു സാംസൺ കളിച്ചത്. അപ്പോൾ ആ മത്സരം ഇത്രയും ചെറിയ മത്സരങ്ങളിൽ നിന്നും നല്ല സ്കോർ 199 200-നടുത്ത് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട് സഞ്ജു സാംസണിന്. അപ്പോൾ അതൊരു മികച്ച ഒരു ഇന്നിങ്സാണ് സഞ്ജു സാംസണിന് ഈ വേൾഡ് കപ്പിലുടനീളം കളിക്കാൻ സാധിച്ചത്. അങ്ങനെ നല്ലൊരു വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടാൻ സാധിച്ചു. കൂടാതെ തുടർച്ചയായി കഴിഞ്ഞ വർഷവും ഈ വർഷവും നേടുന്ന ആദ്യ ടീമും ഇന്ത്യയാണ്.